നമുക്കൊരു ഫുഫു ഉണ്ടാക്കാം. അതും കേരളത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കി നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കപ്പയുടെ പകുതി എടുക്കുന്നുള്ളേ. മതിയാവും. ഇത്രയും കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിനു മുമ്പും ഫുഫു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വെറുതെ ഒരു ജസ്റ്റ് ഒരു മീൻകറിയും കൂട്ടിയാണ് കഴിച്ചത്. അതും സാധാ ആഫ്രിക്കൻ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. നമുക്കൊന്ന് കേരളത്തിൻ്റെ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാവേ. ഞാൻ ഇനി വോയിസ് തന്നത് ഇങ്ങനെയാണ് കേട്ടോ, വേറൊന്നുമല്ല. അവിടെ കലബിലാന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. ഇഷുവും അനിയൻ്റെ കൊച്ചുണ്ട്, അവൻ്റെ പേര് എബു എന്നാണ്, എയ്ബൽ എന്നാണ്. അപ്പോൾ അവനും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ കപ്പ ഇങ്ങനെ നന്നാക്കി എടുക്കുന്നുണ്ട്. നന്നാക്കി എടുത്ത് ജസ്റ്റ് ഒന്ന് കൊത്തി അരിയണേ. ഞാനൊരു ചെറിയ കഷ്ണം കപ്പയിൽ ചെയ്യണ രീതിക്ക് ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു വലിപ്പത്തിലുള്ള 4 പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇനി കൊത്തി അരിയില്ലേ, അത് കഴുകിയിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യണത്. അപ്പോൾ കൊത്തി അരിയാവേ. എനിക്ക് ഈ കത്തിയാണ് ഇണക്കേ. അപ്പോൾ ഈ സമയത്തൊക്കെ അവിടെ ആൾക്കാർ ഒച്ചപ്പാടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വോയിസ് തന്നത്. ആൾക്കാർ ഭയങ്കര ഒച്ചപ്പാടാണ്. 2 പേരും കൂടി കൂടിയാൽ പിന്നെ നല്ല മേടാണ്. ആ കപ്പടേക്ക് ഉള്ളിലേ ഒരു നാരുണ്ടാവില്ലേ ഉള്ളിൽ സെൻറ്ററിൽ തന്നെ, അതൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഞാര് ഉണ്ടാവരുതേ. എന്നിട്ട് ഇതേപോലെ നന്നാക്കി അരിഞ്ഞെടുത്ത് മാറ്റുക. ഇതിന് ഞാൻ നല്ല എരിവുള്ളൊരു ചിക്കൻ കറിയും കൂടി വെക്കുന്നുണ്ട്. ചിക്കൻ കറി നല്ല എരിവ് വേണം, ബീഫാണെങ്കിലും നല്ല എരിവ് വേണം കേട്ടോ. ഇതേപോലെ അരിഞ്ഞ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ കറിക്ക് വേണ്ടി ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സവാളയും കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൊടുത്തിട്ടുണ്ട്. ആ സവാളയിൽ നിന്ന് ഒരു 1/2 സവാളയോളം ഞാനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഒരു 4 or 5 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചിക്കനിലോട്ട് ഇതെല്ലാനും കൂടി ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു 2-3 സ്പൂണോളം മല്ലിപ്പൊടി, കുരുമുളക് പൊടി കൂടുതലായിക്കോട്ടെ കേട്ടോ. പിന്നെ ഇത്തിരി ഗരം മസാല, മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇതെല്ലാനും കൂടി ഇട്ട് പുരട്ടി വെക്കുക. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരിത്തിരി തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മി കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് ആദ്യം തന്നെ ചിക്കൻ അങ്ങനെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് കറിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ കപ്പട പണിയിലോട്ട് നിന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി ജീരകം, മറ്റേ മസാല ജീരകമില്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് തക്കാളിയും നമ്മൾ ഇച്ചിരി സവാള എടുത്ത് മാറ്റിയില്ലേ, ആ സവാളയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വെറുതെ വഴറ്റിയെടുക്കണുള്ളൂ, ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല. അന്ന് വഴന്ന് വന്നപ്പോഴേക്കാളും കുറച്ച് തേങ്ങയുടെ കൊത്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ്, ചതച്ച മുളകില്ലേ അതും, ഒരിത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി എരിവ് വേണം കേട്ടോ ഈ ചിക്കൻ കറിക്ക്. വേറെ ഒന്നുമല്ല, ഫുഫുവിന് ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിത്തിരി എരിവോട് കൂടിയ കറി വേണം. ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും നമുക്കൊരിത്തിരി എരിവ് വേണേ. അപ്പം അതങ്ങനെ കറി ആകുമ്പോഴേക്കാളും ഇതൊരു ചെറിയ തേങ്ങാപ്പാലാണ്. 1-ാം പാലും 2-ാം പാലും, അധികം വെള്ളത്തിലല്ല ഈ പാല് ഞാൻ പിഴിഞ്ഞെടുത്തേക്കുന്നത്. ആ കപ്പ ഞാനൊരു മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പകുതിയായിട്ട് നമുക്ക് അരച്ചെടുക്കാവേ. എന്നിട്ട് ഇതിന് പകരം, വെള്ളത്തിന് പകരം ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് ഈ തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാലിട്ട് അരച്ചെടുത്തതാണ് ഇതെങ്ങനെ അരച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ചിലപ്പോൾ എന്തെങ്കിലും അരയാത്തതുണ്ടാവും, അത് ഉണ്ടോയെന്നൊന്ന് നോക്കുക. എന്നിട്ട് മാറ്റി കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഉപ്പ് നോക്കുക, എന്തോരം ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പത്തോട്ട് വെക്കാൻ. എന്നിട്ട് ഉപ്പ് നോക്കുക, എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പിലോട്ട് വെക്കുക. ഇങ്ങനെ നന്നായിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കൈ എടുക്കാതെ മിക്സ് ചെയ്യണേ. കണ്ടോ ഇപ്പോഴേ കട്ടായി. ഒരു 10 മിനിറ്റിനുള്ളിൽ സംഭവം റെഡി ആവും കേട്ടോ. അത് ഓരോരുത്തരും ഇതനുസരിച്ചിരിക്കും. ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പിന്നെ മിക്സ് ചെയ്യാനായിട്ട്. ഇതേപോലെ വിട്ട് വരും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കണതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണ കാണാം. പക്ഷേ ഞാനത് എനിക്ക് അടപ്പിൽ പറ്റണുണ്ടായില്ല. കൈ ഇങ്ങനെ കുറേ നേരത്തേക്ക് ഇത്തിരി ഇളക്കണമായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാനേക്കാളും താഴത്തോട്ട് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ.
മിക്സ് ചെയ്തെടുത്ത് ഞാനിപ്പോൾ കാണിച്ചില്ലേ അതേപോലെ തന്നെ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഈ സംഭവം വന്നത്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവമാകും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കാളും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവേ. ചിക്കൻ കറി അവിടെ റെഡി ആയിരുന്നേ. അപ്പോഴേക്കാളും ഞാൻ കുറച്ചെടുത്ത് മാറ്റി നല്ല എരിവുണ്ട്. കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതലിട്ടേക്കുന്നത്. അതാണ് ആ ഒരു കളറിൽ നിൽക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരുവേ. ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തത്. ഇത് നമ്മുടെ രീതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. എനിക്ക് ആ വെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയതിനേലും ടേസ്റ്റായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. കഴിക്കാൻ പറ്റുന്നുണ്ട്. അതുമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. അത് ഫുഫു മാത്രം വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുമേ. ഈ റെസിപ്പി ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് ഇരിക്കണല്ലേ. ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തേങ്ങാപ്പാലിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് നല്ല നമുക്ക് പിന്നെ കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവേ. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല കേട്ടോ. ഇതെനിക്കിഷ്ടമായി, ഹസ്ബൻഡിനാണെങ്കിലും ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ.